നമസ്കാരം. മാണ്ഡ്യ എന്ന മണ്ഡലത്തെ എനിക്കറിയാം. ഇവിടെ ബി.ജെ.പിക്ക് മികച്ച അടിത്തറ ഉണ്ടാക്കാനാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത് വരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക തന്നെ ചെയ്യും. ബി.ജെ.പി അവിടെ മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. ടിക്കറ്റ് കിട്ടാൻ ഞാൻ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഉണ്ടാക്കുകയില്ല. എനിക്ക് മത്സരിക്കണമെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും മത്സരിക്കാം. പക്ഷേ മാണ്ഡ്യയിലെ ജനങ്ങളെ വിട്ടുപോകാൻ എനിക്ക് സാധിക്കില്ല. ബി.ജെ.പി എന്ത് തീരുമാനിക്കും എന്ന് നോക്കി മാത്രമേ ഞാൻ എൻ്റെ ഭാവി പരിപാടികൾ തീരുമാനിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് സുമലത അംബരീഷ് ഈ വാക്കുകൾ പറഞ്ഞത്. ഇത് ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി ഏറ്റെടുത്തിട്ടുമുണ്ട്. കാരണം കുറച്ച് വൈകാരികത നിറഞ്ഞ എന്നാൽ ചെറിയൊരു ഭീഷണിയുടെ സ്വരമുള്ള വാക്കുകൾ തന്നെയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാകും. അതിനർത്ഥം മാണ്ഡ്യ ഉടനെ ഒന്നും വിട്ടുകൊടുക്കാൻ സുമലത തയ്യാറല്ല എന്ന് കൂടിയാണ്. മറ്റൊരു മണ്ഡലം നൽകി സുമലതയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഭർത്താവ് അംബരീഷിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന അല്ലെങ്കിൽ അംബരീഷിന് അത്രയധികം ജനപിന്തുണ ലഭിക്കുന്ന മാണ്ഡ്യ വിട്ട് താൻ എങ്ങോട്ടുമില്ല എന്നുള്ള ഒരു വൈകാരികമായ സമീപനം തന്നെയാണ് സുമലത വെച്ചു പുലർത്തുന്നത്. ഇത് തന്നെയാണ് സുമലത തീർക്കുന്ന പ്രതിരോധവും എന്ന് നമുക്കറിയാം. ബി.ജെ.പി കൈവിട്ടാൽ സുമലത എന്ത് നിലപാടെടുക്കും എന്നുള്ള വലിയ ആകാംക്ഷ അല്ലെങ്കിൽ വലിയൊരു സസ്പെൻസ് ഇക്കൊല്ലം മാണ്ഡ്യയിൽ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം ഏറ്റവും അധികം ചർച്ച ചെയ്ത മണ്ഡലങ്ങളിലൊന്ന് മാണ്ഡ്യ തന്നെയായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ പ്രശസ്തയായ ഒരു നടിയും കർണാടകത്തിന്റെ മുൻ മുഖ്യമന്ത്രി എച്ച്.ഡി. കുമാരസ്വാമിയുടെ മകനായ നിഖിൽ കുമാരസ്വാമിയും തമ്മിൽ കൊമ്പ് കോർക്കുന്ന ഒരു അങ്കത്തട്ട് തന്നെയായിരുന്നു അന്ന് മാണ്ഡ്യ. സ്വാഭാവികമായും നിഖിൽ കുമാരസ്വാമിയുടെ കന്നി പോരാട്ടമായിരുന്നു. ഇരുവരും രാഷ്ട്രീയ സിനിമാ പശ്ചാത്തലമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ഇരുവർക്കും വലിയ പിന്തുണ ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു താനും. പക്ഷേ ഭർത്താവ് അംബരീഷിനോട് ജനങ്ങൾക്കുള്ള കക്ഷി രാഷ്ട്രീയ ഭേദത്തിന് മേലെയുള്ള ഒരു സ്നേഹം സുമലതയെ തന്നെ തുണച്ചു. അങ്ങനെ സുമലത അവിടെ വലിയ വിജയം നേടുന്നു. നമുക്കറിയാം, JDS-ഉമായുള്ള കൂട്ടുകെട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് സുമലതയ്ക്ക് മാണ്ഡ്യയിൽ സീറ്റ് നൽകാൻ കോൺഗ്രസിന് കഴിയാതെ പോയത്. ഇതോടുകൂടെയാണ് മുതിർന്ന നേതാക്കളായ സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ളവരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി തന്നെ സുമലത സ്വതന്ത്രയായി മണ്ഡലത്തിൽ മത്സരത്തിന് ഇറങ്ങിയത്. മണ്ഡലത്തിൽ MH അംബരീഷിനുണ്ടായിരുന്ന സ്വാധീനം, അതിനോടൊപ്പം സുമലതയോടുള്ള ഒരു സ്നേഹം, താരാരാധന, വിധവ എന്നുള്ള ഒരു പ്രത്യേകമായ പരിഗണന, ഇതൊക്കെ സുമലതയ്ക്ക് വളരെ അധികം ഗുണം ചെയ്തു. ഇതൊക്കെ വോട്ടായി മാറുകയും ചെയ്തിരുന്നു. ഈ ജയത്തിന്റെ പങ്ക് പറ്റാൻ എല്ലാവരും മുന്നോട്ട് വന്നിരുന്നുവെങ്കിൽ പോലും പരസ്യമായി മുന്നോട്ട് വന്നത് ബി.ജെ.പി തന്നെയായിരുന്നു. കാരണം ബി.ജെ.പി സ്വന്തം സ്ഥാനാർത്ഥിക്കുള്ള ഒരു പിന്തുണ പിൻവലിച്ചുകൊണ്ട് സുമലതയെ പിന്തുണയ്ക്കുന്ന കാഴ്ചയും നമ്മൾ മാണ്ഡ്യയിൽ കണ്ടു. അന്ന് കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും കൊടികൾ കെട്ടിയ വാഹനത്തിലൂടെ പ്രചരണം നടത്തിയ സുമലത രാജ്യത്തിന് തന്നെ ഒരു കൗതുക കാഴ്ച കൂടിയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സുമലത വലിയ വിജയം സ്വന്തമാക്കി. പക്ഷെ ആ സമയത്ത് തകർന്നടിഞ്ഞത് JDS ആയിരുന്നു, കുമാരസ്വാമി ആയിരുന്നു. കന്നി അംഗത്തിന് മകനെ കച്ചകെട്ടി ഇറക്കിയത് മാണ്ഡ്യയിലായി പോയല്ലോ എന്നുള്ള ഒരു പരിതാപം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ നാണക്കേട് കൂടി HD കുമാരസ്വാമിക്ക് ആ സമയത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഒരു രാഷ്ട്രീയ ചായ്വും പ്രകടിപ്പിക്കാതെ താൻ സ്വതന്ത്രയായി തന്നെ നിൽക്കുമെന്നുള്ള പ്രഖ്യാപനം സുമലത നടത്തുകയും ചെയ്തിരുന്നു. ഒരു തുടക്കക്കാരിയാണ് അല്ലെങ്കിൽ ലോക്സഭയിലെ ഒരു പുതുമുഖമാണ് എന്നതിൻ്റെ യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ തന്നെ അവർ വ്യക്തമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ സ്വതന്ത്ര MP ആയി തന്നെ തുടരുകയും ചെയ്തിരുന്നു. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് മന്ത്രി പദവി ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തിട്ടും അവരന്ന് BJP പാളയത്തിലേക്ക് പോയതുമില്ല. അങ്ങനെ വളരെ ബുദ്ധിപരമായി തന്നെയാണ് സുമലത അംബരീഷ് അന്ന് നീങ്ങിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം മുതൽ പക്ഷേ കുറച്ചൊക്കെ ചായ്വ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. സുമലത BJPയോടുള്ള ചായ്വ് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. MP എന്ന നിലയിൽ മാണ്ഡ്യയുടെ വികസനത്തിന് കേന്ദ്രം ഭരിക്കുന്ന BJPയെ പിന്തുണയ്ക്കുന്നുവെന്നും അതേസമയം തന്നെ താൻ പാർട്ടിയിലേക്കില്ല, പാർട്ടി അംഗത്വമൊന്നും എടുക്കാനില്ല എന്നുകൂടി അവർ വ്യക്തമാക്കുന്നു. അതിനോടൊപ്പം ബംഗളൂരു മൈസൂരു അതിവേഗ പാതയുടെ ഉദ്ഘാടന ചടങ്ങിൽ നരേന്ദ്രമോദി എത്തിയപ്പോൾ സുമലതയ്ക്ക് വേദിയിൽ പതിവിലധികം പ്രാധാന്യം BJP നേടിക്കൊടുക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ BJP സ്ഥാനാർത്ഥികളെയൊക്കെ പിന്തുണച്ചുകൊണ്ട് സുമലത രംഗത്തിറങ്ങുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ സുമലതയുടെ മനസ്സിൽ ഒന്നുമില്ല എന്ന് കരുതാൻ സാധിക്കില്ല. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയിൽ നിന്നും ടിക്കറ്റ് ഉറപ്പിക്കുക എന്നത് തന്നെയായിരുന്നു സുമലതയ്ക്ക് ഉണ്ടായിരുന്ന ലക്ഷ്യം. പക്ഷേ ഈ മണ്ഡലത്തിൽ മുൻപുണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോൾ. നമുക്കറിയാം, JDS അന്ന് കോൺഗ്രസിനൊപ്പം ആയിരുന്നു. അന്ന് JDS-ഉം BJPയും പരസ്പരം കണ്ടാൽ കുത്തിക്കീറുന്ന ശത്രുക്കളായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവർ സഖ്യത്തിലാണ്, സൗഹൃദത്തിലാണ്. മാണ്ഡ്യയിൽ ഉൾപ്പെടെ ഈ ഒരു സൗഹൃദം വലിയ വിനയാവുന്നുമുണ്ട്. താനല്ലാതെ BJP
ടിക്കറ്റിൽ ആര് മാണ്ഡ്യയിൽ മത്സരിച്ചാലും തോറ്റുപോകും എന്നുള്ള ഒരു പ്രവചനം പോലും സുമലത നടത്തുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ ഇടയിലാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നത്. കോൺഗ്രസ് അധികാരത്തിലേറുന്നു. JDS അവരുടെ ഒപ്പം നിന്ന് JDS അതിൽ നിന്നും പിൻവാങ്ങുന്നു. പിന്നെ BJPയും JDSും ചേർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൗഹൃദത്തിലാവുന്നു, സഖ്യത്തിലാവുന്നു. അങ്ങനെ ചില നീക്കങ്ങൾ ഉണ്ടാവുന്നു. ഈ JDSനെ സംബന്ധിച്ച് മാണ്ഡ്യ എന്ന മണ്ഡലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഒക്കലിംഗ വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രമാണ് ഈ മാണ്ഡ്യ മണ്ഡലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ JDS BJP നേതൃത്വത്തോട് ചോദിച്ച 5 സീറ്റുകളിൽ ഒരെണ്ണം മാണ്ഡ്യയായി പോയി. 3 സീറ്റുകളെ JDSന് നൽകൂ എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും 5 സീറ്റിനുള്ള സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. അങ്ങനെ ആ മണ്ഡലം കുമാരസ്വാമിക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ മകനെ തന്നെ അവിടെ കളത്തിലിറക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. കാരണം കന്നി അംഗത്തിൽ മകൻ തോറ്റത് സുമലതയോടാണ്. അങ്ങനെ ഒരു പ്രതികാരം വീട്ടലിന്റെ ചായ കൂടി ഈ കുമാരസ്വാമിയെ സംബന്ധിച്ച് മാണ്ഡ്യയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുമാരസ്വാമി മകനെയും കൂട്ടി നേരിട്ട് ദില്ലിയിലേക്ക് പറന്നത്. നിഖിൽ അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച നടത്തിയ വിവരങ്ങളൊക്കെ വാർത്തകൾ നിറഞ്ഞിരുന്നു. എന്തായാലും ടിക്കറ്റ് തന്നാൽ മാണ്ഡ്യ എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും, ആ മാണ്ഡ്യയെ ഞാൻ BJPയുടെ പോക്കറ്റിലേക്ക് വെച്ച് തരും എന്നൊക്കെ സുമലത അംബരീഷ് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ രാജ്യത്തിൻ്റെ ശ്രദ്ധ മാണ്ഡ്യ കൊണ്ടുപോയത്, അതേപോലെ തന്നെ ഒരു വലിയ ട്വിസ്റ്റ് മാണ്ഡ്യയിൽ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. വൈകാരികമായ ഒരു കാർഡ് ഇറക്കിക്കൊണ്ട് ഒരു മൈൻഡ് ഗെയിമിന് തന്നെയാണ് സുമലത കളം ഒരുക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ എന്തൊക്കെ കളം ഒരുക്കിയാലും മോദിയുടെ മനസ്സിൽ എന്തായിരിക്കും, മാണ്ഡ്യയിൽ ആര് നിൽക്കണം എന്നതൊക്കെ കേന്ദ്ര നേതൃത്വം തന്നെയായിരിക്കും തീരുമാനിക്കുക. എന്തായാലും പെട്ടെന്നൊന്നും അവിടെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. കാരണം മാണ്ഡ്യ ഇപ്പോഴും അടിപതറാതെ സുമലതയ്ക്കൊപ്പം തന്നെയുണ്ട്.